നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അന്ത്യനാളിന്റെ അടയാളമാണ് ഖുറൂജു മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ പുറപ്പെടൽ. ദജ്ജാൽ പുറപ്പെടുമ്പോൾ ജൂതന്മാരാണ് അവനെ അനുഗമിക്കുക. ജൂതന്മാരുടെ നേതാവാണ് അവൻ. ഒടുവിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവനെ വധിക്കുകയും ചെയ്യും. ലോകത്തുള്ള ജൂതന്മാരെ അന്ന് ഇല്ലായ്മ ചെയ്യപ്പെടും. കല്ലും മണൽ കൂമ്പാരങ്ങളും മരങ്ങളുമൊക്കെ വിളിച്ചു പറയും, അല്ലയോ അള്ളാഹുവിന്റെ അടിമകളെ, ഇതാ ഒരു ജൂതൻ ഇവിടെ ഒളിച്ചിരിക്കുന്നു, ഇവനെ കൊന്നുകളയുക. അങ്ങനെ ചതിയന്മാരായ ജൂതന്മാരില്ലാത്ത ലോകം സുന്ദരമായി അവശേഷിക്കും. അന്ന് ദജ്ജാലിന്റെ അനുയായികളായി കൂടെ കൂടുന്നവർ ജൂതന്മാരായിരിക്കും. അതേപോലെ അവർ ആരാണ് എന്നും ഏത് പ്രദേശത്തുള്ളവരാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അസ്ഫഹാൻ അല്ലെങ്കിൽ അസ്ബഹാനിന്റെ പ്രവിശ്യയിൽപ്പെട്ട ജൂതന്മാരായിരിക്കും ദജ്ജാലിനെ അനുഗമിക്കുക. അസ്ഫഹാൻ ഏത് രാജ്യത്താണെന്ന് നമ്മൾ പരിചിന്തനം നടത്തുമ്പോൾ അത് ഇറാനിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ്. സമകാലിക സംഭവങ്ങളെ എടുത്തു പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാലഘട്ടം നമ്മിലേക്ക് അടുത്തു കഴിഞ്ഞു. ഇറാനിൽ ഓരോ വർഷവും ജൂതന്മാർ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയ വചനം ഇതാണ്: യത്ബഉ ദജ്ജാല മിൻ യഹൂദി അസ്ബഹാൻ. ദജ്ജാലിനെ അസ്ബഹാനിലെ യഹൂദികളിൽപ്പെട്ട 70,000 ജൂതന്മാർ അനുഗമിക്കുന്നതാണ്. അലൈഹിമ ത്വയാലിസത്തു, അവർ മേൽത്തട്ടം ധരിച്ചവരായിരിക്കും. ജൂതന്മാരുടെ പ്രത്യേകതരം മേൽത്തട്ടം ധരിച്ച 70,000 ജൂതന്മാർ അസ്ബഹാനിൽ നിന്ന് ദജ്ജാലിനെ അനുഗമിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ വാക്കുകൾ അത് സത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ഖിയാമത്ത് നാളിന്റെ കെടുതികളിൽ നിന്ന് നമ്മെയും കുടുംബങ്ങളെയും ലോകരെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله